ഇന്നത്തേത് ഒരു കട്ടച്ചാക്കുഴി ചിക്കൻ പെരട്ടിന്റെ കഥയാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മ ദോശയ്ക്ക് 2 അടിയൊക്കെ കൊടുത്ത് സെറ്റ് ആക്കുമായിരുന്നു. ഇതാണ് കേട്ടോ അമ്മയുടെ കട്ടച്ചാക്കുഴി ചിക്കൻ പെരട്ട്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആളാണ് കേട്ടോ ഇവൻ. അങ്ങ് തൃശ്ശൂർ മുതൽ അമേരിക്ക വരെ ഫാൻസ് ഉള്ള മുതലാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇന്ന് തൃശ്ശൂരിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ 1-2 ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്യുമായിരുന്നു. ഹോസ്റ്റലിൽ അയണിങ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോഴാണ് അയൺ ചെയ്യുന്നത്. ഇന്ന് മാമൻ മുത്തിന് അഥവാ എൻ്റെ സിസ്റ്ററിന് കൊടുക്കാനായി ഒരാത്തിച്ചക്ക കൂടെ തന്നു. മുത്തിന്റെ ഫേവററ്റ് ആണ് കേട്ടോ ഇവൻ. അങ്ങനെ 2 ഡേയ്സായി നാട്ടിലുണ്ടെങ്കിലും കേക്ക് കാണാൻ ഇന്നാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കേക്ക് അഥവാ ശ്രീകുമാരി, എൻ്റെ അപ്പച്ചി. ഷീസ് എ റിയൽ വാരിയർ കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ബ്രേവസ്റ്റ് വൺ എന്ന് പറയാം. ഇന്ന് ഈ വേൾഡിൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണ് കേട്ടോ കേസ് ചിക്കൻ. പുള്ളിക്കാരി അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന പോലെ എൻ്റെ സ്വർഗരാജ്യം ഈ ഒരു ചെറിയ ഫാമിലിയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മയ്ക്കൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഇന്ന് ദോശയായിരുന്നു കേട്ടോ. ദോശ ആൻഡ് കട്ടച്ചക്കുഴി ചിക്കൻ. അങ്ങനെ ട്രെയിനിൽ വെച്ച് കഴിക്കാനായി അമ്മ പൈനാപ്പിളും വാട്ടർ മെലണൊക്കെ തന്നുവിട്ടു. ഇത്രയും ദൂരം പോകുമല്ലേ, വിശന്നൊന്നും ഇരിക്കേണ്ടതൊക്കെ പറഞ്ഞു. ആദിക്കും പാറുവിനും നല്ല വിഷമമായിരുന്നു ഞാൻ പോകുന്നതുകൊണ്ട്. ഈ വട്ടം പാക്കിങ്ങിനായി അവരും കൂടെ കൂടിയിട്ടോ. എത്ര പെട്ടെന്നല്ലേ കുട്ടികൾ വലുതാകുന്നേ. ഇപ്പോഴും ഓർമ്മ വരുന്ന അവരുടെ കുട്ടിക്കാലമാണ്. ലക്ഷ്മിയമ്മ ആദിയുടെ പുറകെ കുറുക്കും കൊണ്ട് നടക്കുന്നേ. അങ്ങനെ എല്ലാവരോടും പോയി വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി. സത്യം പറഞ്ഞ 2 ഡേയ്സ് ആണെങ്കിലും നാട്ടിൽ നിന്ന് തിരികെ പോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ മാമൻ തന്ന ആത്തിച്ചങ്കയും മുത്തിന് കൊടുത്തു. പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ഉണ്ണിയപ്പം ട്രെയിൻ കയറി ഇനി തൃശ്ശൂരിലേക്ക് എത്തി. ഓഫീസിൽ ബാലേട്ടനും ശ്രീജിത്തേട്ടനുമാണ് ആ ലോട്ടറി അടിച്ചത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ നിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും കൂടെ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ബാക്കി കഥകൾ നാളെ ആകാം അല്ലേ.